ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറയാൻ വന്നതാണ്, മറ്റൊന്നുമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അശ്വതി അച്ചു എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം വീഡിയോസ് ചെയ്യുന്നതാണ്. ടിക്ടോക്ക് മുട്ടേ ആ കുട്ടിയെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു കിഡ്നി പേഷ്യന്റ് ആണ് അശ്വതി അച്ചു എന്ന് പറയുന്നത്. അപ്പോ പുള്ളിക്കാരിയാണെങ്കിൽ ആരും സഹായിക്കാനായിട്ടില്ല. അപ്പൊ ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ സഹായം ചോദിക്കുന്നതിനെ കുറിച്ചിട്ട്. അപ്പം എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചൂടെ, പിന്നെ ഒരുപാട് പേര് സഹായിക്കാറുണ്ടല്ലോ, അപ്പൊ ഇതെന്തൊക്കെയാ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കിഡ്നി പേഷ്യന്റിന് വരുന്ന ചെലവും കാര്യങ്ങളും ഒരിക്കലും അവർ ജോലി ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മിക്ക ആൾക്കാരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഓരോരുത്തരുടെയും സഹായമൊക്കെ കൊണ്ടായിരിക്കും എല്ലാവരും പിടിച്ചു നിൽക്കുന്നത്. എല്ലാ കിഡ്നി പേഷ്യൻസിനും അങ്ങനെയൊക്കെയാണ് ഏകദേശം വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല കാശുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ജോലിയുള്ളവർ തന്നെ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ, ജോലി ഇല്ലാതെ സഹായിക്കാൻ ആരും ഇല്ലാത്തൊരു വ്യക്തി എത്രത്തോളം ബുദ്ധിമുട്ടുമെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. പിന്നെ അതുപോലെ തന്നെ കിട്ടുന്ന പൈസ അവരുടെ ട്രീറ്റ്മെന്റിന് പുറമെ അവർക്ക് വരുന്ന ചെലവും കാര്യങ്ങളും, അവർക്ക് യാത്രാ ചെലവുകളൊക്കെ വരാറുണ്ട്. കോട്ടയത്തൊക്കെ പോയി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെയും ചെലവും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടാണ് കൂടുതൽ അവർക്കാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പൈസ ആവശ്യമായിട്ട് വരുന്നത്. ഇവർ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടുന്നതും പിന്നെ ഇടയ്ക്ക് ഇവർക്ക് അസുഖം കൂടും. കിഡ്നി പേഷ്യൻസിനൊക്കെ എന്ന് വെച്ചാൽ മാക്സിമം ഒരു 3-4 കൊല്ലമൊക്കെ ഈ ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തെ പിന്നെ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. മിക്ക കിഡ്നി പേഷ്യൻസിനും വരുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇപ്പോഴും അശ്വതി അച്ചു ആണെങ്കിൽ ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അശ്വതി അച്ചു ഇങ്ങനെ ബിപിയും ഇതൊക്കെ ലോ ആയിട്ട് ഓക്സിജനൊക്കെ കുറഞ്ഞിട്ട് കുട്ടിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ആരും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ ആയിരുന്നു. ഇപ്പൊ വീണ്ടും ആ കുട്ടിയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞു, ഇതുപോലെ ചേട്ടാ ഒരു സഹായ വീഡിയോ ചെയ്തിട്ട് തരാവോ, എന്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. കാരണം എനിക്ക് നേരിട്ട് അറിയാവുന്ന കുട്ടിയാണ്, ഞാൻ പോയി മിക്കപ്പോഴും കാണാറുള്ള കുട്ടിയാണ്, നമ്മളെ കൊണ്ട് കഴിയാവുന്ന നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ എനിക്ക് നമ്മുടെ ഈ വീഡിയോസ് കാണുന്നവരോട് പറയാനുള്ളത്, നിങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം കുട്ടിക്ക് വേണ്ടി ചെയ്യണം. കാരണം വേറെ ആരുമില്ല, ഒരു അച്ചാമ്മ മാത്രമേ ഉള്ളൂ. ആ അച്ചാമ്മയുടെ വയസ്സിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല പ്രായമുണ്ട്, 73-74 വയസ്സങ്ങനുണ്ട് ആ അച്ചാമ്മയ്ക്ക്. പിന്നെ ആ കുട്ടിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൊന്നുമല്ല, നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വേണം. പിന്നെ ആ കുട്ടിക്ക് സ്വന്തമായിട്ട് കിടക്കാൻ ഒരു വീടില്ലാത്തതുകൊണ്ടാണ് ഒരു വാടക വീട് എടുത്തത് താമസിക്കുന്നത്. തന്നെ അതിനും വേണം, നമുക്ക് എല്ലാവർക്കും അറിയാം വാടക വീട്ടിനും എത്രത്തോളം പൈസ ആവും എന്നുള്ളത്. ഒരു നിവൃത്തി ഉണ്ടായിരുന്ന ഒരു പക്ഷേ നിങ്ങളുടെ ആരുടെ മുമ്പിൽ ചിലപ്പോൾ ആ കുട്ടി കൈനീട്ടം വരില്ലായിരിക്കാം, അറിയില്ല. എന്തായാലും ദൈവം എല്ലാവർക്കും ഒരേ അവസ്ഥ കൊടുക്കൂലല്ലോ, ഓരോരുത്തർക്കും ഓരോ അവസ്ഥ തന്നെയല്ലേ. അപ്പം എന്തായാലും എനിക്ക് നമ്മുടെ വീഡിയോസ് കാണുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ നെഗറ്റീവ് ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. നേരിട്ട് ഇന്ന് കണ്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ അവരുടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഏത് ഹോസ്പിറ്റലാണെന്ന് വെച്ചാൽ അവിടെ പോയി കണ്ട് നിങ്ങൾക്കുള്ള സംശയം തീർക്കാം. ഇപ്പൊ നമുക്ക് എന്തായാലും ആ കുട്ടിയെ ഒന്ന് കൈചേർന്ന് സഹായിക്കാം, ഒത്തൊരുമയോടെ നിന്ന് ഒന്ന് സഹായിക്കാം. കാരണം ഇതുപോലെ ഒരുപാട് പേര് സഹായം ചോദിച്ച് നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട്. നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം ചെയ്യുകയാണെങ്കിൽ ആ ഒരു ജീവൻ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവരെ ഒന്ന് സഹായിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ.